പൂർവികരുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം, അതായത് ഈ ഓണം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വദേശി ജനതയ്ക്കുള്ള ആഘോഷമല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഓണം ആഘോഷിക്കുന്ന ഒരു ജനതയല്ലായിരുന്നു. ജാതി കോമരങ്ങൾ നമ്മയെല്ലാം അടിമച്ചങ്ങലയിൽ കെട്ടിയിട്ടു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മണികണ്ഠൻ വയനാട്. ഞാൻ അഭിജിത്ത് ബ്ലോഗിൽ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വന്നതാണ്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പോരാടമാണ്, ഓണക്കാലമാണ്, ഇന്ന് പോരാടമാണ് ദിവസം. അപ്പോൾ ഓണവും ഇവിടുത്തെ സ്വദേശ ജനതയുടെ ഓണാഘോഷവും എന്താണെന്ന്, അല്ലെങ്കിൽ അവർക്ക് ഓണത്തിൻ്റെ പ്രസക്തി ഇവിടുത്തെ സ്വദേശ ജനതയ്ക്ക് എന്താണ് ഉണ്ടായതെന്നുള്ള ഒരു കുറച്ച് കാര്യത്തിലേക്കുള്ള പോക്കാണ്. ഇന്ന് കേരളത്തിൽ നമ്മൾ ഇവിടുത്തെ ഓരോ മലയാളികളും, ഇവിടുത്തെ മുഖ്യധാര മതസ്ഥരും അതുപോലെ തന്നെ ആദിവാസി ദളിത് വിഭാഗങ്ങളിലുള്ള പല മേഖലയിലും ആൾക്കാർ ഓണം ആഘോഷിക്കുന്ന കാലഘട്ടമാണ്. എങ്കിൽ പോലും ഓണം എന്ന ഒരു കാർഷിക ഉത്സവം കേരള ജനതയ്ക്ക്, അതായത് ഇവിടുത്തെ സ്വദേശീയർക്ക് ഒരു കാലത്ത് നഷ്ടപ്പെട്ടിരുന്ന ഒരു ആഘോഷമായിരുന്നു. എന്നാൽ ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മുടെ ജനത ഏറ്റവും കൂടുതൽ ഈ കാർഷികോത്സവത്തെ വരവേൽക്കുകയും ആഘോഷവേളയിൽ പങ്കെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് കുടുംബങ്ങൾ ഈ ഓണത്തിൻ്റെ പേരിൽ, ഈ ആഘോഷത്തിൻ്റെ പേരിൽ കടബാധ്യത മൂലവും അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള അതിൻ്റെ ബുദ്ധിമുട്ട് മൂലം മരണത്തിന് ഇരയാകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഓണം ആഘോഷിക്കുന്ന ഒരു ജനതയല്ലായിരുന്നു. ഓണം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ സവർണാധിപത്യത്തിൻ്റെ ഒരു ഉത്സവമാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. ഞാൻ ആ ചരിത്രത്തിലോട്ടൊന്നും പോണില്ല. എങ്കിൽ പോലും ഓണം എന്താണ്? നമ്മുടെ ഇവിടുത്തെ സ്വദേശി ജനത ഒരുപാട് പണം ചിലവാക്കിയും അല്ലാതെയും നമ്മൾ ഓണത്തെ വരവേൽക്കുമ്പോൾ ഒരു കാലഘട്ടത്ത് ഈ ഓണാഘോഷം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ജനതയ്ക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു ഓണം. നൂറ്റാണ്ടുകളോളം അടിമത്വം അനുഭവിച്ചും പാടങ്ങളിലും കാടുകളിലും ഒളിച്ച് താമസിക്കേണ്ടിയിരുന്ന ആ ജനത അന്ന് ഓണം ആഘോഷിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ആ ജനത ഈ 21ാം നൂറ്റാണ്ടിൽ ഓണം ആഘോഷിക്കുന്നു. അപ്പം ഇന്ന് ഓണം എന്ന് പറയുമ്പോൾ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിൽ പാടത്തെ നെല്ല് കൊയ്ത് കൊണ്ടുവന്ന് തളത്തിലിട്ട് അടിച്ച് അത് പുഴുങ്ങി അരിയാക്കി ആ അരി കൊണ്ട് ചോറ് വെച്ച് തിരുവോണം ഉണ്ടെന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് തിരുവോണം എന്ന് പറയുമ്പോൾ ഇന്ന് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ 21ാം നൂറ്റാണ്ടിൽ ഇന്ന് ഓർഡർ ചെയ്യുമ്പം ഇല ഉൾപ്പെടെയുള്ള ഓണസദ്യ നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിൽ പോലും ഞാൻ ഇത്രയും വളർത്തിയെട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മൾ ഈ ആഘോഷം ഒരു കാലത്തിൽ മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർ ആഘോഷിച്ചിട്ടില്ല. കാരണം അന്ന് അവർ അടിമത്തത്തിൻ്റെ അടിമച്ചങ്ങലയിൽ ആയതുകൊണ്ട് അവർക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഓണം എന്താണെന്നും, അല്ലെങ്കിൽ ഓണവും നമ്മുടെ ജനതയ്ക്കുള്ള ആ ഓണോട്ടുള്ള പ്രാധാന്യം എന്താണെന്നും നമ്മുടെ ജനതയ്ക്ക് ഇന്നും അറിഞ്ഞൂടാ. നമ്മൾ ഓണം ആഘോഷിക്കേണ്ടത്, ഞാനൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് സാധനം ചോദ്യമായിട്ട് വരുന്നതല്ല, ചോദ്യോത്തരമായിട്ട് വരുന്നതല്ല. നമ്മുടെ ജനത കുറേ ആൾക്കാർ മനസ്സിലാക്കണം ഓണം എന്താണെന്ന്. അപ്പോൾ അത് പറയുമ്പോഴാണ് ഒരു പാട്ടിലേക്ക് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. പാട്ടിങ്ങനെയാണ്. ഈ പാട്ടിലെല്ലാം പറയുന്നുണ്ട്, ജാതി കോമരങ്ങൾ നമ്മയെല്ലാം അടിമച്ചങ്ങലയിൽ കെട്ടിയിട്ടു. ജാതി കോമരങ്ങൾ നമ്മയെല്ലാം അടിമച്ചങ്ങലയിൽ കെട്ടിയിട്ടു. കാട്ടിലും മേട്ടിലും ചാവാതെ വീണൊടുങ്ങി, കാട്ടിലും മേട്ടിലും ചാവാതെ വീണൊടുങ്ങി. അറിവാണുണർവ് ഉയരാണുണർവ് ആദിമ ജനതയെന്നറിഞ്ഞവർ നാം. അറിവാണുണർവ് ഉയരാണുണർവ് ആദിമ ജനതയെന്നറിഞ്ഞവർ നാം. ആദി സംസ്കാരത്തിൻ
ഉടയവർ നാം, ആദി സംസ്കാരത്തിൻ ഉടയവർ നാം. ഉണർവിൻ്റെ പാതയിൽ മുന്നോട്ടു നീങ്ങാം, അറിവു നേടുന്ന കൂട്ടരായി മാറാം, അറിവു നേടുന്ന കൂട്ടരായി മാറാം. അറിവാണുണർവ്, ഉയരാണുണർവ്, ആദിമ ജനതയെന്നറിഞ്ഞവർ നാം, ആദി സംസ്കാരത്തിൻ ഉടയവർ നാം. നല്ലൊരു നാളേക്കിനാവ് കണ്ടു നമ്മൾ കാത്തിരിപ്പൂ, നല്ലൊരു സൂര്യൻ ഉദിച്ചിടുവാൻ നല്ല പുലരി വിടരാൻ. നല്ലൊരു നാളേക്കിനാവ് കണ്ടു നമ്മൾ കാത്തിരിപ്പൂ, നല്ലൊരു സൂര്യൻ ഉദിച്ചിടുവാൻ നല്ല പുലരി വിടരാൻ. അറിവാണുണർവ്, ഉയരാണുണർവ്, ആദിമ ജനതയെന്നറിഞ്ഞവർ നാം, ആദി സംസ്കാരത്തിൻ ഉടയവർ നാം, ആദി സംസ്കാരത്തിൻ ഉടയവർ നാം. പ്രിയരെ, നൂറ്റാണ്ടുകളോളം അടിമച്ചങ്ങലയിൽ അല്ലെങ്കിൽ അടിമത്തത്തിൽ ജീവിച്ചിരുന്ന ഞങ്ങൾ എങ്ങനെയാണ് ഈ ഓണം ഞങ്ങളുടെ ജനത, നമ്മുടെ പൂർവികർ ആഘോഷിച്ചിരുന്നത്? നമ്മളൊന്ന് പഴയ കാലങ്ങളിൽ നമ്മുടെ പൂർവികരുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം, അതായത് ഈ ഓണം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വദേശീയ ജനതയ്ക്കുള്ള ആഘോഷമല്ല. നമുക്കിവിടെ വേറിട്ടമായ മറ്റുള്ള ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങളെല്ലാം നമ്മൾ ശിരസ ബഹിഷ്കരിച്ചുകൊണ്ടാണ് ആരുടെയോ ആഘോഷങ്ങൾക്ക് നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് കടങ്ങൾ വാങ്ങി നമ്മൾ ഓണം ആഘോഷിച്ച് ആ ഓണം ആഘോഷം തീരുന്ന മുമ്പേ പല മേഖലയിലും പല ഇതുപോലുള്ള പാവപ്പെട്ട ജനവിഭാഗം ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഓണം എന്ന് പറയുമ്പോൾ നാട്ടുകാരിൽ നിന്നും അവിടുന്ന് പിൻഗ്രോഫ് ഹിസാബ് എന്ന് പറയുന്ന പല പല പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് അവരുടെ കുത്തക, അവരെ കോടിക്കണക്കിന് അവരുടെ കയ്യിലിരിക്കുന്ന കള്ളപ്പണമാണ് നമുക്ക് യഥാർത്ഥത്തിൽ തരുന്നത്. നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് കുത്തിയിരുന്ന് ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെയൊക്കെ സഹോദരങ്ങളുടെ വീടുകളിലൊക്കെ വന്ന് അവർ പിരിവിന് വരുമ്പോഴത്തേക്ക് രാവും പകലും അവിടെ ഇരിക്കാറുണ്ട്. അതുമൂലം എത്രയോ മരണങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഈസാപ്പിൻ്റെ ശല്യം കാരണം ഒരു കുട്ടി, ഒരു 28-29 വയസ്സുള്ള ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതൊക്കെ ഇതുപോലുള്ള ആഘോഷങ്ങളുടെ ഫലമായിട്ടാണ്. എന്നാ പറയും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരുന്നവർ എന്തുകൊണ്ട് അവരെ പൈസ മേടിക്കുന്നു? എന്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നമ്മുടെ ജനതയുടെ കീഴിലേക്ക് മാത്രം ഇവർ ഇതേപോലെ ഇസാപ്പ്, മുത്തൂറ്റ് ഇങ്ങനെ പറയുന്ന പ്രൈവറ്റ് ബാങ്കുകാർ നമ്മുടെ ജനതയ്ക്ക് മാത്രം ഈ കാശ് കൊടുക്കുന്നതിൻ്റെ കാര്യമുണ്ട്? ഇവിടെ മറ്റുള്ള ജനതയ്ക്ക് അവർ കാശ് കൊടുക്കാത്തതുണ്ട്. കാരണം അത് അവർക്കറിയാം ഒരിക്കലും തിരിച്ചടയ്ക്കാത്ത പറ്റാത്തതും അല്ലെങ്കിൽ തന്നെ പണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു ജനതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരുടെ കോടിക്കണക്കിനുള്ള പണങ്ങൾ നമ്മുടെ പല മേഖലയിലും 10 ആൾക്കാരെ എണ്ണം വെച്ച് ഇങ്ങനെ കൂട്ടി സംഘടിപ്പിച്ച് അവർ പണങ്ങൾ കൊടുക്കുന്നത്. ഈ പണത്തിന് ഒരാഴ്ച ഒരു പെൻഡിങ് വന്നു കഴിഞ്ഞാൽ അവർ വന്ന് ഞാനൊക്കെ കണ്ടിട്ട് പല മേഖലയിലും ഞാൻ കണ്ടിട്ടുള്ളത് രാവിലെ വന്ന് വൈകുന്നേരം വരെ കുത്തിയിരിക്കും. ഇന്നത്തെ കാലത്ത് ഇവിടുത്തെ നമ്മുടെ പൂർവികർ ഇന്നലകളിൽ ചെയ്തിരുന്ന ഒരു തൊഴിലുകളും ഇന്ന് ഇവിടെ നിലനിൽക്കുന്നില്ല. എല്ലാം നമുക്കറിയാം. നമ്മുടെയൊക്കെ ഭാഗത്തുള്ള നെൽപ്പാടങ്ങൾ ഇന്ന് തരിശായും കാടുകളായും സാമൂഹ്യ വിരുദ്ധർക്ക് അധിവസിക്കാനുള്ള ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ പാടങ്ങളെല്ലാം. നമുക്കറിയാം ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അരിയും പച്ചക്കറിയും കിട്ടുന്നതുകൊണ്ട് കേരളത്തിലെ മലയാളികൾ ഓണം വരെ ഉണ്ണുന്നത്. അന്നൊന്നും വരെ അന്നദാനം നടക്കുന്ന ഓരോ വീട് കഴിഞ്ഞു വിടുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. നമ്മുടെ പാടങ്ങളെല്ലാം പണമുള്ളവൻ്റെ പാടങ്ങളെല്ലാം അവന് പാടവും ഭൂമിയും അവന് വേണ്ട. അവൻ്റെ അതായത് ഇവിടുന്ന് അവന് വിദേശ പണം വന്നപ്പോഴത്തേക്ക് അവൻ ഇന്നലകളിൽ ചെയ്തിരുന്ന കാർഷിക വിപണനങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവൻ്റെ പാടശേഖരങ്ങൾ, അവൻ്റെ ഭൂമി മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. കാട് കയറി ഒരു മനുഷ്യന് പോലും ഉപകാരപ്രദമാവാത്ത രീതിയിൽ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കുകയാണ്, ഇവിടുത്തെ സ്വദേശ ജനത, ഇവിടുത്തെ ദളിത് ആദിവാസികൾ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഇവിടെ ഹാരിസൺ ടാറ്റ പോലുള്ള കുത്തക മുതലാളിമാർക്ക് ഏക്കറണക്കിനാണ് കേരളത്തിലെ റവന്യൂ സർക്കാർ ഭൂമികൾ ഇവിടെ തീരെഴുതി കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടുത്തെ സ്വദേശ ജനതകൾ ഒരു തോനെയും ചോദിക്കാനോ 1 ഏക്കർ തൊട്ട് 5 ഏക്കർ ഭൂമിയാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ മറ്റുള്ള OBC വിഭാഗത്തിന് കൃഷിഭൂമി വരെ 50 സെൻറ്റ് കൃഷിഭൂമി വരെ കൊടുക്കണമെന്ന് ഇവിടെ ആദ്യകാലത്ത്
ഭൂമിക്ക് വേണ്ടി ഭൂമി രാഷ്ട്രീയം അല്ലെങ്കിൽ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത CK ജാനു, ഗീതാനന്ദൻ എന്ന് പറയുന്ന നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഭൂരഹിതരായിട്ടുള്ള എല്ലാവർക്കും കൃഷിഭൂമി കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ എന്തിനാണ് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയുടെ ഭൂമികൾ ഓരോരുത്തർ കൈവശം വെച്ചിട്ട് ഒരു ഭൂമിയിൽ ഒരു നാണ്യവിളകളോ അല്ലെങ്കിൽ ഒരു കൃഷിയോ അല്ലെങ്കിൽ ഒരു ജോലി പോലും ചെയ്യാതെ ആ ഭൂമി എന്തിനാണ് തരിശാക്കിയിട്ടിരിക്കുന്നത്? അവർക്ക് വേണ്ടാത്ത ഭൂമി പാവങ്ങൾക്ക് കണ്ടുകെട്ടി പാവപ്പെട്ട ദളിത് ആദിവാസികൾക്ക് അല്ലെങ്കിൽ ഭൂരഹിതർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം ഇതാണ് ഭരണഘടനാപരമായിട്ട് നല്ലൊരു തീരുമാനമാണ്. എന്തിനാണ് അവരുടെ കയ്യിൽ ഭൂമി എടുത്ത് ഇവിടെ സാമൂഹ്യ വിരുദ്ധരെ കൂട്ടുന്നതും അല്ലെങ്കിൽ കാടുകളാക്കുന്നതും? അവരുടെ കയ്യിൽ ഇപ്പോൾ 10 ഏക്കർ ഭൂമിയുള്ളവൻ്റെ കയ്യിൽ ഭൂമി ഉണ്ടെങ്കിലേ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് തൊഴിൽ ചെയ്ത് നമുക്കും ജീവിക്കാവുള്ളൂ. പക്ഷേ അവന് വിദേശ ഫണ്ട് വന്നപ്പോഴത്തേക്ക് അവൻ്റെ പാടങ്ങളും അവൻ്റെ പുരയിടങ്ങളും കാട് കയറി കിടക്കുകയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ചാൽ ഈ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് പറയുന്നത്, മതനിരപേക്ഷ നാടെന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാ ജാതി മതങ്ങളും സമ്പൂർണ്ണമായി സ്നേഹത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ആ സ്നേഹത്തിൻ്റെ കീഴിലാണ് ജീവിക്കുന്നതെങ്കിലും ഇവിടെ ഒരു സ്വദേശ ജനത ഇന്ന് തൊഴിലില്ലാതെയും പട്ടിണി മൂലം ഒരുപാട് സഹോദരങ്ങളും ഒരേ കുടുംബക്കാരും മരണത്തിലേക്ക് പോണ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ്? ഒരു സമൂഹത്തിന് മാത്രം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം പൈസയായാലും ഭൂമിയായാലും കൈവശം വയ്ക്കുക. മറ്റുള്ളവർ അതിൻ്റെ കീഴിലുള്ള ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നോ അല്ലെങ്കിൽ അവൻ എങ്ങനെ ഇവിടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാനുള്ള ഇവിടുത്തെ ഭരണാധികാരികളുടെ ശ്രദ്ധയ്ക്കാണ്. ഏക്കർ കണക്കിനാണ് കേരളത്തിൽ ഭൂമികൾ കിടക്കുന്നത്. ആ ഭൂമികൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഭൂരഹിതരായിട്ടുള്ള ആദിവാസി അല്ലെങ്കിൽ ദളിത് OBC വിഭാഗങ്ങൾക്ക് ഭൂമി കണ്ടെത്തി അതിൽ നിന്ന് നല്ല ധാന്യമണികൾ കണ്ടെത്തി വരും തലമുറയ്ക്ക് നന്മയുടെ അല്ലെങ്കിൽ വിഷം ചേരാത്ത പച്ചക്കറിയായാലും അരിയായാലും മറ്റുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളായാലും ജൈവ കർഷകരിലൂടെ വരും തലമുറയ്ക്ക് നല്ലൊരു ജനത ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരുത്തൻ്റെ കീഴിൽ ഇത്രയും കണക്കിന് ഭൂമി കൊടുത്തിട്ട് ഇവിടെ എന്തോ കാര്യം നടക്കാനാണ്? ഒരു ജനത ഇന്നും ഭൂമിയില്ലാതെ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ എത്ര ലക്ഷം ജനങ്ങളാണ് കേരളത്തിൽ ജീവിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു അഭിജിത്ത് എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ ചാനലിൽ ഇത്രയും പറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂസമരം തുടങ്ങിയിട്ട് തന്നെ 30 വർഷത്തോളമായി. എന്നിട്ടും ഇവിടുത്തെ ഭൂരഹിതരായിട്ടുള്ള ആദിവാസിയായിക്കോട്ടോ മറ്റുള്ള ദളിത് വിഭാഗങ്ങൾ ആയിക്കോട്ടെ അവർക്കൊന്നും സർക്കാർ ഭൂമി കണ്ടെത്തി കൊടുത്തിട്ടില്ല. ഭൂമി ഇവിടെ കിടപ്പുണ്ട്. കോടിക്കണക്കിന് ഭൂമികളാണ് ഇവിടെ ഹാരിസൻ്റെ കയ്യിലിരിക്കുന്നത്. ഇവിടെ അതേപോലെ ഇവിടുത്തെ പശ്ചിമഘട്ട നിരകളിൽ കിടക്കുന്ന കുന്നും മലകളും ഉദാഹരണത്തിൽ ശാന്തൻപാറ എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ ഉൾപ്പെടെ ഒരു വിഭാഗം കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം ഇടുക്കിയിലെ കുറേ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് വേണ്ടി മാത്രം അവന് കഞ്ചാവ് നട്ട് വളർത്താനും അവന് കാപ്പിത്തോട്ടം വെച്ച് പുലർത്താനും തേയില വെച്ച് കൊടുത്താനും പാവങ്ങളെ ഭൂമിയിലാണ് ഇവിടുത്തെ അധികാരികളുടെ അറിവോടെ ആണ് അവന്മാർ ഈ ഭൂമി കൈയേറി ഇത്രയും പാവപ്പെട്ട ആദിവാസികളെ കൊന്നൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ദളിത് ആദിവാസി ജനസമൂഹത്തെ നശിപ്പിക്കുന്നതും അവരുടെ ഒരു മുഖ്യ അജണ്ടയും കൂടെ ഉണ്ട് അവർക്ക്. ഇവിടെ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ നേരെ അവകാശി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗോത്ര ജനസമൂഹം ഇവിടെ കാണരുതെന്നുള്ള ഒരു മുഖ്യ അജണ്ട വരെ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പിമ്പോടെ കൂടി ഇവിടെ കള്ളപ്പണത്തിൻ്റെ പേരിലും അല്ലാതെയും കഞ്ചാവായാലും മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് അവർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കും. അതിനൊന്നും ഒരു അന്വേഷണം വരാതെയും പാവപ്പെട്ട ആദിവാസികൾ കാട്ടിക്കയറി വിറവൊടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഈറ വെട്ടുകയോ അല്ലെങ്കിൽ ഒരു അല്ലി വെട്ടുകയോ ചെയ്താൽ അതിൽ 100 കണക്കിന് വകുപ്പുകളുണ്ടാക്കി കേസിലാക്കുകയും ചെയ്ത് ആ കേസിൻ്റെ ഭയം കൊണ്ട് ആത്മഹത്യ ചെയ്തവർ തന്നെ ഈ ഒരുപാട് ആദിവാസി സമൂഹങ്ങളിലുണ്ട്, ദളിത് സമൂഹങ്ങളിലുണ്ട്. എനിക്ക് ഇനിയൊന്നും ഞാൻ ഇന്നിപ്പോൾ ഓണമാണ്, നമ്മൾ വലിയ വിമർശകനെന്നല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ടോക്കിങ്ങിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ അഭിജിത്ത് ബ്ലോഗിൽ നിങ്ങളുടെ വിലയേറിയ, അത് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് അത് വിലയേറിയ അഭിപ്രായങ്ങൾ തരണമെന്നും അത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഓണത്തെ പറ്റി ഒരു പാട്ട് പാടാം. ഓണമടുത്തുടങ്ങാകേറി വാങ്ങുവാണേണ മൃഗാക്ഷികൾ കൂട്ടമായി കാണുന്നതൊക്കെ വില പറഞ്ഞങ്ങവർ വേണമെന്നുള്ളതും വാങ്ങിയിടുന്നു. 2 രൂപ കടം തന്നാൽ നിനക്കു ഞാൻ 2 നാളിനകം തന്നുകൊള്ളാം.
ചണ്ട കൂടാൻ തുനിഞ്ഞിടല്ലേ പണം കൊണ്ടുതരണം മറന്നിടാതെ ഓണം അടുത്തുടങ്ങാ കയറി വാങ്ങുവണ്ണേണ മൃഗാജികൾ കൂട്ടമായി കാണുന്നതൊക്കെ വില പറഞ്ഞങ്ങ വേണമെന്നുള്ളതും വാങ്ങിയിടുന്നു പച്ച വഴയ്ക്ക വഴുതനങ്ങ നല്ല പച്ച കച്ചിച്ചേന വെള്ളരിക്ക അച്ചിങ്ങ ചീര നരങ്ങ മുരിങ്ങയ്ക്ക പച്ച മുളക് വെണ്ടയ്ക്ക ജന അങ്ങേതിലെ പെണ്ണു രാഘവനും കൂടി ഇന്നലെ വേണ്ടുന്ന ചണ്ട കൂടി കാര്യം മറ്റൊന്നു ചോദിച്ചറിഞ്ഞപ്പോൾ കാലിലിടാൻ കൊലിച്ചില്ല പോലും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഭൂമിയുടെ കുറച്ച് കാര്യം പറഞ്ഞു. ഓണത്തെപ്പറ്റി, ഓണവും ഇവിടുത്തെ സ്വദേശ ജനതയായിട്ടുള്ള ബന്ധം എന്താണെന്നും അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അഭിജിത്ത് ബ്ലോഗിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും അത് ഞാൻ ഇപ്പോഴും പറയുന്നത്, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻറ്റ് മാത്രം ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് സമ്പാദിച്ച ഒരു വ്യക്തിയാണ് മണികണ്ഠൻ വയനാട് എന്ന് പറഞ്ഞ ഈ നാടൻപാട്ട് കലാകാരൻ. അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണ ആശംസകളും അർപ്പിക്കുന്നു. ഓക്കെ, ബൈ ബൈ.